നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ദയനീയ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ജനുവരി മാസം 15 മുതൽ വീട് വീടാന്തരം കയറിയിറങ്ങാൻ CPM സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകിയിരുന്നു. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വീടുകളിൽ കയറി വോട്ടർമാരുമായി സംവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സംവാദ പരിപാടി അല്ലെങ്കിൽ ആ ഗ്രഹസമ്പർക്ക പരിപാടി വേണ്ടത്ര വിജയകരമായില്ല എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. കീഴ്ഘടകങ്ങൾക്ക് വീണ്ടും ഒരു സർക്കുലർ അയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ വീണ്ടും ശ്രമം നടത്തുകയാണ് CPM. വിശദമായി പരിശോധിക്കാം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് CPM ആവിഷ്കരിച്ച പദ്ധതികൾ എന്തെല്ലാമാണ്, എങ്ങനെയാണ് നഷ്ടപ്പെട്ട പോയ വോട്ടുകൾ തിരികെ തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കാൻ CPM ശ്രമിക്കുന്നതെന്ന്. അതായത് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഗ്രഹസമ്പർക്ക പരിപാടി, അതായത് ഗ്രഹ സന്ദർശന പരിപാടി നടത്താൻ തീരുമാനിക്കുകയും മന്ത്രിമാർ, MLA മാർ, MP മാർ ഉൾപ്പെടെയുള്ളവർ അവരവരുടെ ബൂത്തുകളിൽ അല്ലെങ്കിൽ അവർ ചില പ്രദേശങ്ങളിൽ, പ്രത്യേക പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വീടുകളിൽ കയറി ജനങ്ങളുമായി സംവദിക്കണമെന്നും പാർട്ടിയോട് ഈ ജനങ്ങൾക്കുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് നിർദ്ദേശം നൽകിയത്. എന്നാൽ ആ ഗ്രഹസമ്പർക്ക പരിപാടി വേണ്ടത്ര വിജയകരമായില്ല എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് കൂടുതൽ പറയാനുള്ളത്? ഗൃഹസന്ദർശന പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് CPM-ന്റെ ആദ്യത്തെ രീതിയല്ല. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി, നവോത്ഥാനം എന്ന് പറഞ്ഞ സ്ത്രീകളെ കയറ്റി ആ ഒരു തെരഞ്ഞെടുപ്പിൽ, ആ സമയത്തുണ്ടായിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ CPM വീട് വീടാന്തരം കയറി സാധാരണക്കാരായ ജനങ്ങളെ കണ്ടു, അല്ലെങ്കിൽ വോട്ടർമാരെ കണ്ടു. എന്നിട്ട് ആ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് CPM ജനങ്ങളിൽ നിന്ന് ഒരുപാടാകുന്നു, അല്ലെങ്കിൽ CPM തന്നെ ജനങ്ങളെ ഒരുപാട് അവരിൽ നിന്ന്, ആ പാർട്ടിയിൽ നിന്ന് അകറ്റി എന്നുള്ളത്. അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത്തരം ഗൃഹസന്ദർശന പരിപാടിയുമായി മുന്നോട്ട് പോയത്. അത് ആദ്യം മുതൽ തന്നെ പല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ടായിരുന്നു. എന്ത് ചോദ്യം ചോദിച്ചാലും പ്രൊവോക്കിംഗ് ആയ രീതിയിൽ മറുപടി പറയാൻ പാടില്ല, വളരെ ശാന്തമായി വേണം പറയാൻ. പല ചോദ്യങ്ങൾക്കും ഉത്തരം ഉണ്ടായില്ലെങ്കിൽ പോലും, പ്രൊവോക്കിംഗ് ആയാൽ പോലും, എന്ത് വന്നാലും ശാന്തമായി മറുപടി പറയുക, ചിരിച്ചുകൊണ്ട് മറുപടി പറയുക. ഇതൊക്കെ എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളത് പാർട്ടി ആദ്യമേ ചിന്തിക്കണമായിരുന്നു. ഗൃഹസന്ദർശന പരിപാടി CPM കരുതിയത് നഷ്ടപ്പെട്ട വോട്ടുകളെല്ലാം ഒപ്പമാക്കാം, അതിനെല്ലാത്തിനും അപ്പുറം പഴയ പോലെ ഒരു ഐക്യം, അല്ലെങ്കിൽ ജനങ്ങളുമായി ഒരു വ്യക്തമായ ബന്ധം ഉണ്ടാക്കാൻ കഴിയും എന്ന തലത്തിലായിരുന്നു ഗൃഹസന്ദർശന പരിപാടി. നമുക്കറിയാം അത് CPM-ന്റെ PR വർക്കാണെന്ന് ഉൾപ്പെടെയുള്ള പല ആരോപണങ്ങളുണ്ട്. MA ബേബി വീട്ടിൽ ഇതിന്റെ ഭാഗമായി പാത്രം കഴുകിയത് ഉൾപ്പെടെ CPM തന്നെ അവരുടെ സൈബർ ഹാൻഡിലുകൾ പങ്കുവയ്ക്കുകയും അത് പിന്നീട് വലിയ ചർച്ചയാകുകയൊക്കെ ചെയ്തതാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പൊ CPM തന്നെ പറയുന്നത് ഗൃഹസന്ദർശന പരിപാടി അവർ വിചാരിച്ചതുപോലെ എത്തിയില്ല, അല്ലെങ്കിൽ പരാജയമാണെന്നുള്ളത്. തീർച്ചയായും നിരവധിയായ നേതാക്കന്മാർ നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനം, പാലോറ മാതയുടെ ആടിനെ വിറ്റ് ദേശാഭിമാനി തുടങ്ങിയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഫാരിസ് അബൂബക്കറിന്റെയും സാന്റിയാഗോ മാർട്ടിന്റെയും തരത്തിലേക്ക്, അവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങുന്ന തലത്തിലേക്ക് CPM മാറിയതിന്റെ ഒരു പ്രത്യക്ഷ അവസാന ഉദാഹരണമാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയമെന്ന് പാർട്ടി നേതാക്കന്മാർ തന്നെ വിലയിരുത്തുന്നു. അപ്പോഴാണ് പാർട്ടി നേതൃത്വം പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓരോ ബൂത്തുകളിലും സ്ത്രീകൾ അടങ്ങിയ സ്ക്വാഡ് രൂപീകരിക്കണം. അതോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് പോയ ആളുകളെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. പ്രാദേശിക തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കണം. പ്രദേശത്തെ പാർട്ടി അനുഭാവികളായ ആളുകൾ, അല്ലെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത പാർട്ടി അനുഭാവികളായ ആളുകളെ പാർട്ടി പ്രവർത്തനങ്ങളിൽ കൂടുതൽ സക്രിയമാക്കണം തുടങ്ങിയ നിരവധിയായ നിർദ്ദേശങ്ങളാണ് പുതുതായി നൽകിയിരിക്കുന്നത്. നേരത്തെ അഴീക്കോടൻ രാഘവനും അതോടൊപ്പം തന്നെ ചടയൻ ഗോവിന്ദനൊക്കെ പാർട്ടിയെ നയിച്ചിരുന്ന കാലത്ത്, പാർട്ടിക്കകത്ത് VS അച്യുതാനന്ദനൊക്കെ പാർട്ടിയെ നയിച്ചിരുന്ന കാലത്ത് പാർട്ടിയുടെ അടിത്തറ ഭദ്രമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ പാർട്ടിയുടെ അടിത്തറ ഭദ്രമായിരുന്ന അടിത്തറയ്ക്ക് കോട്ടം തട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പാർട്ടിയെ ഒക്കെ നയിച്ച സമാരാധനായ നേതാക്കന്മാർ നയിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് CPM-ന്റെ പഴയകാല കോട്ടകളിലടക്കം കോൺഗ്രസിനും മുസ്ലിം ലീഗ് അടക്കമുള്ള ഐക്യജനാധിപത്യ മുന്നണിക്ക് കടന്നു കയറാൻ കഴിഞ്ഞു എന്ന് പാർട്ടിയുടെ ഒരു വിലയിരുത്തലുണ്ട്. അവിടെയാണ് ഏത് തരത്തിലുള്ള ഒരു മൂല്യച്യുതിയാണ് പാർട്ടിയെ ബാധിച്ചതെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുക. CPM-ന്റെ അവസാന നാളുകളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയേണ്ടി വരും. കാര്യം ബംഗാളിൽ ഉണ്ടായതിന് സമാനമായ സാഹചര്യമായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. CPM പാർട്ടി, അല്ലെങ്കിൽ നമ്മൾ രണ്ടാം പിണറായി സർക്കാർ എന്നാണ് എല്ലാവരും പറയുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പേരും, അല്ലെങ്കിൽ സമൂഹം, അല്ലെങ്കിൽ മാധ്യമങ്ങളടക്കം എല്ലാം രണ്ടാം പിണറായി സർക്കാർ, അല്ലെങ്കിൽ രണ്ടാം LDF ഭരണം എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ CPM എന്ന് പോലും, അല്ലെങ്കിൽ ഇടതുമുന്നണി എന്ന് പോലും പറയുന്നില്ല. ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങുകയുണ്ട്. അത് ഏത് പാർട്ടി ആയാലും ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങുമ്പോൾ ആ പാർട്ടി നശിക്കും, അല്ലെങ്കിൽ ആ പാർട്ടി ഇല്ലാതാകും. അത് തന്നെയാണ് ഇപ്പൊ CPM-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കേരളത്തിലെ പാർട്ടി സംഘടനാ സംവിധാനം പിണറായി വിജയൻ എന്ന അച്യുതാനന്ദന് ചുറ്റും കറങ്ങുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുന്ന പശ്ചാത്തലത്തിലും മൂന്നാമത് ഒരു തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ട്, അല്ലെങ്കിൽ മൂന്നാമത് സംസ്ഥാനത്ത് അധികാരത്തിലേറുക എന്നൊരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് CPM ഇത്തരം ഗ്രഹസന്ദർശന പരിപാടികൾ ഉൾപ്പെടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത് നഷ്ടപ്പെട്ടു പോയ സ്ത്രീകളുടെ വോട്ടുകൾ ഉൾപ്പെടെ തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സ്ക്വാഡിന് രൂപീകരിക്കാനും അതിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ ആ സ്ക്വാഡിൽ അംഗമാക്കാനുമാണ്
പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ CPM ആണ് എന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം അത്രത്തോളം പാർട്ടിയുടെ അടിത്തറ ശക്തമാണ്. അതായത് ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, ഇത്തരത്തിൽ ആ പാർട്ടിയുടെ അടിത്തറ ഭദ്രമായിരുന്ന കാലഘട്ടങ്ങളിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ എപ്പോൾ നടന്നാലും 2010 ഒഴികെ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മൃഗീയമായ വിജയം CPM-ന് നേടാൻ കഴിയാറുണ്ട്. പക്ഷേ 2010 ഒരു സാഹചര്യമുണ്ട്. 2010 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, 3 സീറ്റിന്റെ ബലത്തിലാണ് കേരളത്തിൽ അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടാകുമെന്നാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. ആ ഒരു പശ്ചാത്തലത്തിൽ CPM തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ടാണ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്താകെ ഭരണമുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ആ സംസ്ഥാനത്ത് ഭരണം നിലനിർത്തുക എന്നത് തന്നെയാണ് CPM-ന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം. ആ ഭരണം നിലനിർത്താൻ ഏത് വിധേനയും എല്ലാ തരത്തിലും CPM ശ്രമിക്കുമ്പോൾ ഒരു മൂന്നാമത് ഒരു ഭരണമെന്ന CPM-ന്റെ സ്വപ്നത്തിന് കരിനിഴൽ വീഴ്ത്തുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? നിലവിലെ സാഹചര്യത്തിൽ ഒരു മൂന്നാമതൊരു ഭരണം ഒരിക്കലും CPM അല്ലെങ്കിൽ LDF ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം. ചേട്ടൻ പറഞ്ഞതുപോലെ 2010 അല്ലെങ്കിൽ 2011 നടന്ന തെരഞ്ഞെടുപ്പിൽ UDF തന്നെയാണ് അധികാരത്തിൽ വന്നത്, 3 സീറ്റിന്റെ ബലത്തിലാണെങ്കിലും. അങ്ങനെ നോക്കിയാലും പരാജയം തന്നെയാണ് CPM-ന് അല്ലെങ്കിൽ LDF-ന് ഉണ്ടാകാൻ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള, ഈ 10 വർഷം തുടർച്ചയായി 10 വർഷം ഭരിക്കുമ്പോൾ സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് ഈ സർക്കാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ പാർട്ടി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരമുണ്ട്. പിന്നെ LDF വരും, എല്ലാം ശരിയാകുമെന്നായിരുന്നു. എല്ലാ മേഖലയും തകർന്നു. കേരളത്തിൽ ഇത്രത്തോളം തകർന്ന അല്ലെങ്കിൽ ഇത്രത്തോളം നശിച്ച ഒരു ഭരണം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് സാധാരണക്കാരടക്കം പറയുന്നത്. പെൻഷൻ നൽകാതിരുന്നത്, സമരം കിടന്ന ആശാ വർക്കർമാരെ അവഗണിച്ചത്, ഈ പറയുന്ന PSC റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് ജോലി കിട്ടാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം കിടന്നവരെ അവഗണിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഒറ്റ രാത്രി കൊണ്ട് PM ശ്രീയിൽ ഒപ്പുവെച്ചത്, ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്തിന്റെ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നുള്ള കേരളത്തിന്റെ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം പറയാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം പാർട്ടിയെ പരാജയപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.